ഒന്ന് രണ്ട് സാധനം മേടിക്കാൻ ഞാൻ കടയിൽ പോയി. അപ്പോഴവിടെ ആണെങ്കിൽ ദേഖാ ഹേ പെഹലി ബാർ സോങ് ഇല്ലേ, അതവിടെ പ്ലേ ചെയ്തേക്കുന്നു. അപ്പോൾ ഞാനത് കുറച്ച് നേരം അവിടെ കേട്ട് നിന്ന്. കാരണം എനിക്ക് മുമ്പേ സാധനം മേടിക്കാൻ വന്നവരുണ്ട്, അപ്പോൾ അവർക്ക് കൊടുത്തിട്ടല്ലേ എനിക്ക് തരുള്ളൂ. പക്ഷേ എനിക്ക് ധൃതിയൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ സ്ഥിരം സാധനം എടുക്കുന്ന കടയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചില പാട്ടുകൾക്ക് നമ്മുടെ ഓർമ്മകളുമായിട്ട് ഭയങ്കര കണക്ഷൻ കാണും. അതായത് ചിലപ്പോൾ നമ്മൾ കുഞ്ഞായിരിക്കുമ്പം കേട്ട സോങ്സ് ആയിരിക്കും, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറേ ഓർമ്മകൾ കാണും. ഈ ദേഖാ ഹേ പെഹലി ബാർ സാജൻ മൂവി സോങ് അത് ഞാൻ 4ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യം കേൾക്കുന്നത്. ഇത് കേട്ടത് എൻ്റെ അങ്കിള് ബോംബെയിലുണ്ടായിരുന്നു. അപ്പോൾ അങ്കിള് വന്നപ്പോൾ അങ്കിളൊരു ടേപ്പ് റെക്കോർഡർ കൊണ്ടുവന്നു. അതുവരെ ഞങ്ങളുടെ വീട്ടിൽ അതില്ല, ഒരു റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൻ്റെ കൂടെ ഒരു 5-6 കാസറ്റ്, ഒന്ന് തേസാബ് മൂവി, സാജൻ, ഖൽനായക്, പിന്നെ മിഥുൻ ചക്രവർത്തിയിലെ ഒരു മൂവി, പിന്നെന്താ നമ്മുടെ സഞ്ജയ് ദത്തിൻ്റെ തന്നെ വേറൊരു മൂവി, അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല. പക്ഷെ അതിലൊരു പാട്ട് ഭയങ്കര ഫേമസാണ്. ഇത് പങ്കജ് ഉദാസ് പാടിയേക്കുന്ന ചിറ്റിയായി ഹേ ചിറ്റിയായി ഹേ. അത് അപ്പം എന്തൊരു സന്തോഷമായിരുന്നറിയാമോ, ആദ്യമായിട്ട് ഒരു ടേപ്പ് റെക്കോർഡർ കിട്ടിയതല്ലേ. അപ്പോൾ എൻ്റെ വീടിന് ഓപ്പോസിറ്റാണ് ഒരു ചായക്കടയുണ്ട്, റോഡിന് ഓപ്പോസിറ്റ്. അപ്പോൾ അവരാണെങ്കിൽ ഉറച്ച് മലയാളം പാട്ട് വയ്ക്കും കേട്ടോ, കടയിൽ പ്ലേ ചെയ്യും. അതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോഴാണ് നമുക്ക് സ്വന്തമായിട്ട് ഈ ഒരു സംഭവം കിട്ടിയത്. അപ്പോൾ പിന്നെ അവരവിടെ മലയാളം വയ്ക്കുമ്പോൾ ഞാൻ ഇവിടെ ഹിന്ദി ഉറച്ച് വയ്ക്കും. അപ്പോൾ എൻ്റെ അപ്പോഴത്തെ ആ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കേൾക്കുക എന്നുള്ളതല്ലായിരുന്നു, എല്ലാവരെയും കേൾപ്പിക്കുക, എല്ലാവരും കേൾക്കണം. എൻ്റെ വീട്ടിൽ ടേപ്പ് റെക്കോർഡുണ്ട്, ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെയൊക്കെ കേൾപ്പിക്കാനുള്ള ഒരു ത്വരയായിരുന്നു. അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. ടി വി എന്ന് പറഞ്ഞ സംഭവം അപ്പോൾ ഒന്നും നമ്മുടെ വീട്ടിൽ എത്തിയില്ല. ടി വി ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ടി വി എത്തി കേട്ടോ. അതുവരെയും ടി വി കാഴ്ചയൊന്നുമില്ലായിരുന്നു. അടുത്ത ഒരു വീട്ടിൽ ടി വി ഉണ്ട്, പക്ഷേ എന്ത് പറഞ്ഞാലും പപ്പ വിടത്തില്ല. ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ തലേദിവസമേ പറയും ഇന്ന മൂവിയാണ് നാളെ. ഞാനാണെങ്കിൽ മോഹൻലാലിൻ്റെ ഭയങ്കര ആരാധികയായിരുന്നു അന്ന്. അപ്പോൾ അവർ പറയും നാളെ മോഹൻലാലിൻ്റെ സിനിമയാണ്. അപ്പം വെറുതെ മനസ്സിലിങ്ങനെ ഒരു പ്രതീക്ഷ ഇങ്ങനെ തോന്നും, ചിലപ്പോൾ നാളെ പപ്പ വിടുമായിരിക്കും. അന്ന് ശനിയാഴ്ച രാത്രിയാകുമ്പം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ വിഷയം ഇത് മാത്രമേ ഉള്ളൂ, നാളെ പപ്പയുടെ മനസ്സലിയണേ, സിനിമ കാണാൻ വിടണേ. ഞാൻ മാത്രമല്ല, എൻ്റെ അനിയനും ഉണ്ട്, സിനിമ കാണാൻ വിടണേ. ഞങ്ങളങ്ങ് തിരിച്ചു മറിച്ച് ഇത് തന്നെ, ഈ ഒരൊറ്റ കാര്യം മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളായിരുന്നു. രാവിലെ പള്ളിയിൽ പോകുമ്പോഴും ഇത് തന്നെ, പള്ളിയിലിരിക്കുമ്പോഴും എൻ്റെ മനസ്സ് നിറച്ചതാ, വൈകുന്നേരം പപ്പ സിനിമ കാണാൻ വിടണം. പിന്നെ ഒരു 4 മണിക്കല്ലേ പടം തുടങ്ങുന്ന, ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേക്കും അങ്ങ് നെഞ്ചം കൂടെ പടപടാന്ന് ഇടിക്കാൻ തുടങ്ങുന്നു. അയ്യോ, ഇങ്ങനെ അമ്മയുടെ അടുത്ത് പോയി ഇങ്ങനെ ശല്യപ്പെടുത്തി നിൽക്കും. അമ്മ പറയും വിടത്തില്ലെന്നറിയാം, പിന്നെ എന്തിനാ വെറുതെ ചോദിക്കുന്നത്, എന്നാലും ചോദിക്കുമായിരുന്നു. പക്ഷെ ഉണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ നമ്മൾ ശരിക്കും അവസാനം അങ്ങ് കരയും കേട്ടോ. ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പോകുന്നത്. അതോ അവരുടെ പോക്ക് കണ്ടാലോ, ഭയങ്കര സ്റ്റൈലിലായിരിക്കും അവർ പോകുന്നത്. നിങ്ങളൊന്നും വിട്ടില്ലല്ലോ, കണ്ടാ ഞങ്ങൾക്ക് പോവാം, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അവർ ഭയങ്കര, അത് കാണുമ്പോൾ ഉണ്ടല്ലോ, അയ്യോ ശരിക്കും കരഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനും അനിയനും പിന്നെ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പോഴും മുറ്റത്ത് നിന്ന് ക്രിക്കറ്റ് കളിക്കും. പപ്പ ഒരു കോർക്ക് ബോൾ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു, ബാറ്റും ഉണ്ട്. അപ്പം ക്രിക്കറ്റ് കളിക്കും ഞങ്ങൾ. അപ്പം ഇവർ 6 മണിയൊക്കെ കഴിയുമ്പം മൂവി കഴിഞ്ഞ് ഈ കുട്ടികൾ വരുമ്പം, നമ്മുടെ ഫ്രണ്ട്സ് വരുമ്പം, അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് നിന്ന് കളിയും. അപ്പോൾ നമുക്കങ്ങ് ആവേശം അങ്ങ് കൂടും, സ്പിരിറ്റ് കൂടും. അങ്ങനെ കുറേ ഓർമ്മകൾ അവിടെയുണ്ട്. 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും ടി വി പപ്പ മേടിച്ചു കേട്ടോ. കാരണം പപ്പയ്ക്ക് മനസ്സിലായി ഞങ്ങളുടെ ബുദ്ധിമുട്ട്. പപ്പ വേറൊന്നും കൊണ്ടല്ല, വേറൊരു വീട്ടിലും പോയി അങ്ങനെ കാണണ്ട, അങ്ങനെ പോയി അവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കണ്ട എന്ന് കരുതിയാണ് പപ്പ അങ്ങനെ ചെയ്തത്, ഞങ്ങളെ വിടാതിരുന്നത്. പക്ഷേ അതിലെനിക്കൊന്നും തോന്നില്ല കേട്ടോ. കാരണം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എൻ്റെ ആ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം. അന്ന് ഈ ചിത്രഹാറുണ്ടല്ലോ, അത് ബുധനാഴ്ച രാത്രിയാണ്. അപ്പോൾ അവരവിടെ ചെന്നപ്പോഴേക്കും വാർത്ത കഴിഞ്ഞ ഉടനെ ആ വീട്ടിലെ അങ്കിൾ ടി വി ഓഫ് ചെയ്തു, ഒന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ കണ്ടില്ല, നമുക്ക് പക്ഷേ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കാരണം നമ്മൾ പോകുന്നില്ലല്ലോ. സ്വന്തമായിട്ട് വീട്ടിൽ പപ്പ മേടിച്ച് തന്നെയാണ് പിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങിയത്. അങ്ങനെ കുറേ നല്ല ഓർമ്മകളുണ്ട്. ഞാൻ പഠിച്ച സ്കൂള്, നമ്മുടെ വീടിനടുത്തുനിന്ന് നല്ല ദൂരമുണ്ട്, നടന്നാണ് പോകുന്നത്. നല്ല ദൂരമുണ്ട്, നടക്കും, രാവിലെ നടക്കും. 1-2 പേരല്ലല്ലോ, ഒരു ബറ്റാലിയനുണ്ട്.
എല്ലാവരും നടന്ന്, എല്ലാവരുടെയും കയ്യിൽ 50 പൈസ അല്ലെങ്കിൽ 1 രൂപ 2 രൂപയൊക്കെ കാണും കേട്ടോ. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൻ്റെ അടുത്താണെങ്കിലും ഒരു കടയുണ്ട്, ഒരു അമ്മച്ചിയുടെ കട. എല്ലാവരും ഓമനിച്ചേരി എന്നാണ് വിളിക്കുന്നത്. അത് കേട്ടോണ്ട് ഞങ്ങളും അങ്ങനെ വിളിക്കും. അവിടെ ചെന്ന് ഈ പട്ടാണിയില്ലേ മഞ്ഞ, അത് മേടിക്കും. പിന്നെ നാരങ്ങയില്ലേ, കമ്പിളി നാരങ്ങ, അതിൻ്റെ ഒരല്ലിയൊക്കെ, അത് ചിലപ്പം ഒരാളായിരിക്കും വാങ്ങിക്കുന്നത്. അത് എത്ര പേർക്ക് അത് ഡിവൈഡ് ചെയ്യുമെന്നറിയാമോ? ഇപ്പോൾ ഈ കമ്പിളി നാരങ്ങയുടെയൊക്കെ ആണെങ്കിൽ ചെറിയൊരു പീസായിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് തന്നെ കഴിച്ച് തീർക്കാൻ എത്ര സമയം എടുക്കുമെന്നറിയാമോ? ഒരു ശകലം എടുത്ത് ജസ്റ്റ് അതിൻ്റെ ഒരു അല്ലി എടുത്ത് ഇങ്ങനെ കടിച്ച് അതിങ്ങനെ കുറേ നേരം വെച്ച് എന്തൊക്കെയാണ് കാണിച്ചതെന്ന് എനിക്കൊരു പിടിയില്ല. പിന്നെ മഴ സമയമാണെങ്കിൽ പിന്നെ പറയണ്ട, കുടയുണ്ട്, കുട ഉപയോഗിക്കുകയില്ല, നൂർക്കുകയില്ല. മഴ നനഞ്ഞ് എൻ്റെ ദൈവമേ, അത് നേരായ വഴിയിലൂടെ ഒന്നും വരത്തില്ല. ഏതൊക്കെ ഊട് വഴികളുണ്ടോ അതിലേക്കൂടെ മാത്രമേ പോവുള്ളൂ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരു സമയമാകും. അതിനൊക്കെ ശരിക്കും വഴക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ കയറ്റാതെ വെളിയിലൊക്കെ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ ഓർക്കുമ്പം സ്കൂൾ തുറക്കുന്നതിന് ഏകദേശം ഒരാഴ്ച മുമ്പായിരിക്കും പുതിയ ഡ്രസ്സ് മേടിക്കുന്നത്. അപ്പം പുതിയ ഡ്രസ്സ് മേടിക്കാനായിട്ടുള്ള യാത്ര അത് നല്ല രസമാണ്. ഞങ്ങളെല്ലാവരും, ഞാനും പപ്പയും അമ്മയും അനിയനും കൂടെ പോകുന്നത്. ഡ്രസ്സ് മേടിക്കുക, ബാഗ്, കുട, ചെരുപ്പ്. പഠിത്തത്തിൻ്റെ കാര്യം പിന്നെ ഒന്നും പറയണ്ട. ആദ്യം 1-2 ആഴ്ച ഭയങ്കര പഠിത്തമായിരിക്കും, ഭയങ്കര പഠിത്തമാണ്. പിന്നെ അത് കഴിയുമ്പം പിന്നെ പതുക്കെ അങ്ങ് കുറയും. ഒത്തിരി അങ്ങനെ എൻ്റെ ടീച്ചേഴ്സ്, ബാലചന്ദ്ര മേനോൻ സാറ്, സോഷ്യൽ സയൻസ് പഠിപ്പിച്ച സാറ്, അങ്ങനെ ഒത്തിരി. മാത്സ് ടീച്ചർ, ഭയങ്കര പേടിയായിരുന്നു മാത്സ് ടീച്ചറിനെ. ടീച്ചറിൻ്റെ പേര് ഒരു വല്ലാത്തൊരു പേരാണ്, വസുധാമ്മ അങ്ങനെ എന്താണ് ടീച്ചറിനെ അങ്ങനെ വിളിക്കുന്നത്. ഭയങ്കര പേടിയായിരുന്നു ടീച്ചറിനെ. നല്ലതായിട്ട് ടീച്ചർ അടിക്കുമായിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, അതിനുശേഷം ഞാൻ വലുതായതിന് ശേഷം ഞാൻ 1-2 പ്രാവശ്യം ടീച്ചറിനെ ഞാൻ കണ്ടു. ദൈവമേ, എന്ത് സ്നേഹമാണെന്നറിയാമോ ടീച്ചറിന്. നമ്മൾ ഈ ഭയങ്കരമായിട്ട് പേടിച്ച് നമുക്ക് നമ്മുടെ പേടി സ്വപ്നമായ ടീച്ചേഴ്സ് കാണത്തില്ലേ? പക്ഷെ അങ്ങനെയുള്ളവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ എവിടെ വെച്ച് കണ്ടാലും നമ്മുടെ സ്നേഹത്തോടെ സംസാരിക്കുന്ന കേട്ടോ. അവരൊരു ടീച്ചേഴ്സിനെ ഞാൻ അങ്ങോട്ട് പോയി മിണ്ടും, ഞാൻ പറയാം ഞാൻ ഇന്ന ആളാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു സമയം, ഞാൻ ഈ TV-യും ടേപ്പ് റെക്കോർഡറും ഒക്കെ വീട്ടിൽ വന്ന സമയം, ആ സമയത്താണെങ്കിൽ ഒരു ഭീകര ഒരു സംഭവം ഉണ്ടേ. എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴത് ഓർക്കുമ്പോൾ അത്ര ഭീകരതയൊന്നും തോന്നില്ല. വേറെ ഒന്നുമല്ല, നമ്മുടെ നെയ്ബറായിട്ടുള്ള ഒരു ആൻറ്റി തൂങ്ങി മരിച്ച്. ഞാനത് കാണാൻ പോയി. അത് റബ്ബർ തോട്ടത്തിലാണ് തൂങ്ങി മരിച്ചത്. അപ്പം ഈ ആൻറ്റി അന്വേഷിച്ച് എല്ലാവരും നടക്കുക. ഞാൻ 5ാം ക്ലാസ്സിൽ. ഈ ആൻറ്റി അന്വേഷിച്ച് ആ റബ്ബർ തോട്ടം മുഴുവൻ നടന്നിട്ടൊന്നും ആൻറ്റി എവിടെയാണെന്ന് എന്തോന്നും അറിയില്ല, എവിടെ പോയിന്ന് അറിയത്തില്ല. അവസാനം ഈ ആൻറ്റിയുടെ പപ്പ തന്നെയാണ് കണ്ടുപിടിച്ചത്. ആൻറ്റിയുടെ പേര് മണി ആൻറ്റി. ഇങ്ങനെ ആൻറ്റി അപ്പോൾ അന്ന് ആ ഡെഡ് ബോഡി അവിടെ നിന്ന് കൊണ്ടുപോയില്ല. അന്ന് അവിടെയുള്ള ചേട്ടന്മാരൊക്കെ അതിന് കാവൽ നിന്ന് ഡെഡ് ബോഡിക്ക്. അതുപോലെ പോലീസ് 2-3 പോലീസുകാരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം രാത്രിയായപ്പോൾ അവിടെ ഈ ടാർപ്പയൊക്കെ കിട്ടി അവർ അവിടെ ഇങ്ങനെ ആൾ നിൽക്കുക. കാരണം ഈ ഡെഡ് ബോഡി ആരും ഒന്നും എടുത്തുകൊണ്ട് പോകാതെ, മനുഷ്യനെയല്ല ഉദ്ദേശിച്ചത്, ഈ മൃഗങ്ങളൊന്നും വന്ന് എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അറിയാമല്ലോ, നിനക്ക് കാവലൊക്കെ അവിടെ നിന്ന്. അപ്പം എനിക്കാണെങ്കിൽ ഇതൊന്ന് കാണണം, എങ്ങനെയാണ് ഈ സംഭവം എന്ന്. അപ്പോൾ അപ്പം കൊച്ചു പിള്ളേരെ അങ്ങോട്ട് വിടത്തില്ല. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴേക്കും എങ്ങനെയും കാണാമെന്നുള്ള ഇതിൽ. അപ്പോൾ എന്തായാലും അവിടുന്ന് ഇത് ബോഡി എടുത്തുകൊണ്ട് പോകുമ്പോൾ എങ്ങനെയും 11:30 ആകുമെന്നാണ് അന്ന് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിന് മുമ്പ് എങ്ങനെയും പോയി ഇത് കാണണം. അപ്പം ഞാനും എൻ്റെ കൂടെ വേറൊരു കൊച്ചും ഞങ്ങൾ 2 പേരുടെ കാണാൻ ചെന്നു. അപ്പം വേറെ ഇഷ്ടംപോലെ ആളുകൾ പോകുന്നുണ്ട്. നമ്മളവിടെ കാണാൻ ചെന്നപ്പം ആൻറ്റി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന. അപ്പോൾ ആൻറ്റിയുടെ മുമ്പിലൂടെ ഒരു നമ്മൾ കമ്മ്യൂണിസ്റ്റ് ചെടി എന്ന് പറയത്തില്ലേ, കമ്മ്യൂണിസ്റ്റ് പച്ച എന്നാണോ, കമ്മ്യൂണിസ്റ്റ് ചെടി അങ്ങനെയാണ്. അതിലൂടെ അത് അങ്ങനെ തൊട്ട് ആൻറ്റിയുടെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ആൻറ്റി ഇങ്ങനെ പിടിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ ഒരു വല്ലാത്തൊരു നിപ്പ്. അപ്പം അവിടുന്ന് 2 പോലീസുകാരുണ്ടോ ഞങ്ങളെ അവിടെ നിന്ന് ഓടിച്ച്. ഞങ്ങൾ ശരിക്കും വഴക്ക് പറഞ്ഞു ഓടിച്ച്. കൊച്ചു പിള്ളേർ വരേണ്ട സ്ഥലമാണോ ഇതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മളെ അവിടെ നിന്ന് ഓടിച്ച്. പിന്നെ കുറേ കഴിഞ്ഞ് പിന്നെ വന്ന് എൻ്റെ ഡെഡ് ബോഡിയൊക്കെ കൊണ്ടുപോയി. അതൊക്കെ ഉണ്ടല്ലോ, അതുപോലെ മനസ്സിലുണ്ട്.
സീൻ ബൈ സീൻ. അതൊക്കെ എനിക്ക് തോന്നുന്നു ആ കുഞ്ഞിലേ കണ്ടുള്ള അനുഭവങ്ങളായതുകൊണ്ട് ഒരിക്കലും അതൊന്നും മനസ്സിൽ നിന്ന് വിട്ടു പോകത്തില്ല എന്ന് തോന്നുന്നു. പിന്നെ കുറേ നാൾ പിന്നെ പേടിയാണ്, ഇത് കാണേണ്ട ആവശ്യത്തിൽ പോയങ്ങ് കണ്ട് കേട്ടോ. പിന്നെ സന്ധ്യ ആകുമ്പോഴേക്കും പേടിയാണ്, ഭയങ്കര പേടിയാണ്. ഇവിടെയാണെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പം ഞാനും അനിയനും ഞങ്ങൾ ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല. ഞങ്ങളിങ്ങനെ എന്തെങ്കിലും വേല കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ പപ്പ ഞങ്ങളെ വെളിയിറക്കി നടത്തുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. വെളിയിറക്കിയിട്ടങ്ങ് കഥ കടയ്ക്കും, അവിടെ നിൽക്കാൻ പറയും പ്രാർത്ഥന കഴിയുന്നവരെ. അപ്പം ഈ മരണം കഴിഞ്ഞ ഈ സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങളെ വെളിയിറക്കി. അയ്യോ നിന്ന് കരഞ്ഞു, ഒന്ന് പേടിച്ചു പോയി കേട്ടോ, ശരിക്കും പേടിച്ചു. കാരണം ഒന്നാമത് പേടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ മരണം കഴിഞ്ഞതല്ലേ. അപ്പം അങ്ങനെ ഒരു ഓർമ്മകളുണ്ട്. പിന്നെ എൻ്റെ വേറൊരു ഈ ആൻറ്റി അടക്കിയെന്ന് പറയുന്ന നമ്മുടെ വീടിന് കുറേ മേളിലായിട്ടാണ് അടക്കിയത്, കുറച്ച് ഇച്ചിരി മാറിയാണ്. അപ്പോൾ അവിടെ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൻ്റെ വീട്ടിലെപ്പോഴും കളിക്കാൻ പോകുന്നതാണ്. അപ്പോൾ അവിടെ ഞാനും അനിയനും കൂടെ ഞങ്ങൾ പോകുമ്പോൾ ഒരു കയറ്റം കയറി പോകണം, ഒരു ഇച്ചിരി മലയുടെ മേളിലായിട്ടാണ് കയറ്റം കയറി പോകണം. അപ്പോൾ ഈ കയറ്റം കയറി ചെല്ലുന്നിടത്താണ് ഈ മരിച്ച ആൻറ്റിയുടെ കുടുംബ വീട്. അപ്പം കുടുംബ വീട് അവിടെ ആയതുകൊണ്ട് ആ പ്രോപ്പർട്ടിയിലാണ് അവിടെയാണ് ആൻറ്റിയെ അടക്കിയത്. അപ്പോൾ അവിടെ ഈ ആൻറ്റി മരിക്കുന്നതിന് മുമ്പ് ആ സ്ഥലം എന്നൊക്കെ എൻ്റെ ദൈവമേ എന്ത് സൂപ്പർ സ്ഥലമായിരുന്നറിയാമോ. അവിടെ ഒരു ഉറവയൊക്കെ ഉണ്ട്, ഒരു പാറക്കെട്ടും ഒരു കുളം പോലെയൊക്കെ. അവിടെ നല്ല രസമായിരുന്നു. അതിനടുത്തൊരു പുളി, ആ പുളിക്കാണെങ്കിൽ നല്ല മധുരമാണ് കേട്ടോ, നല്ല മധുരമുള്ള പുളി. അപ്പം മനസ്സിലായില്ല, ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. ആ വെള്ളവും പുളിയും അവിടെ തന്നെയാണ് കളിക്കാൻ കുറേ കുട്ടികളും. അപ്പം നമ്മുടെ വീട്ടിൽ പോകണം. അപ്പോൾ ഈ മരണം കഴിഞ്ഞപ്പോഴേക്ക് ആൻറ്റിയെ അവിടെ അടക്കം ചെയ്തിട്ട് ഇവർക്കവിടെ ഈ ബാക്കിയുള്ളവർക്ക് ഫാമിലി മെമ്പേഴ്സിന് അവിടെ നിൽക്കാനൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവരിങ്ങ് താഴെ പോകുന്നു. താഴെ അവർ വീട് വെക്കാനുള്ള സെറ്റപ്പ് ഒക്കെ. അപ്പോൾ വാടകയ്ക്ക് അവർ നിന്നിട്ട് താഴെ തന്നെ അവരുടെ പ്രോപ്പർട്ടിയിൽ വീട് വെക്കാനായിട്ടുള്ള ശ്രമമായിരുന്നു. അപ്പം മേളത്തെ അവിടെ ഒഴിച്ചിട്ടേക്കും, അവിടെ ആരുമില്ല. അപ്പോൾ അവിടെ ഡെഡ് ബോഡി മറവ് ചെയ്ത ഭാഗം മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം, കളിക്കാൻ പോകുന്ന മെയിനായിട്ട് കളിക്കാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ വീടിൻ്റെ പറമ്പിൽ ഇഷ്ടംപോലെ വലിയ പറങ്കി മാവുണ്ട്. അപ്പോൾ അവിടെയാണെങ്കിൽ വലിയ ഊഞ്ഞാൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കയറുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം അത് ആടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാനും അനിയനും കൂടെ പോകുന്നത്. ഞങ്ങൾ മേളിൽ കയറി ഈ വീടെത്താറാകുമ്പോൾ, അതായത് ഈ ആൻറ്റിയെ മറവ് ചെയ്തിരിക്കുന്നത് അത് ആ റോഡിനോട് ചേർന്നാണ്, നമ്മൾ പോകുന്ന റോഡിനോട് ചേർന്നായിട്ടാണ് മറവ് ചെയ്തേക്കുന്നത്, ആ കുളത്തിനടുത്തായിട്ട്. അവിടെ എത്താറാകുമ്പോൾ ഉണ്ടല്ലോ പടപടപടപടാന്ന് ഇടി തുടങ്ങും. അപ്പം വേറെ അല്ല, എൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എൻ്റെ കൈ വിട്ടിട്ട് ഓടുമോ, എൻ്റെ അനിയൻ. അവൻ ഓടിയാൽ എങ്ങനെ? അപ്പോൾ അവന് ഈ സെയിം ചിന്തയുണ്ട്, എങ്ങാനും ഞാൻ അവൻ്റെ കൈ വിട്ടിട്ട് മുമ്പിൽ ഓടിയാലോ. അപ്പോൾ പുറകിൽ ആളുണ്ടെങ്കിൽ നമുക്കൊരു പേടിയില്ല, പുറകിൽ ആളുണ്ടല്ലോ. അപ്പോൾ മുമ്പിൽ നമ്മൾ ഓടിപ്പോവല്ലേ, പുറകിൽ ആളുണ്ടെന്നുള്ള ധൈര്യമുണ്ട്. പക്ഷേ കൂടെയുള്ള ഒരാൾ നമ്മുടെ മുമ്പിൽ കയറി ഓടി നമ്മൾ പുറകിലായി പോയി കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കി, മനസ്സിലായില്ലേ, വല്ലാത്തൊരു ഭയം. അത് ഞാനിപ്പോൾ ഇത് പറയുമ്പോഴും എനിക്ക് അന്നത്തെ ആ ഒരു ഫീല് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു സിറ്റുവേഷൻ കറക്റ്റായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഞാനിങ്ങനെ അവൻ്റെ കൈ മുറുക്കെ പിടിക്കും, അവനും അതുപോലെ. അവസാനം ഞങ്ങൾ കണ്ടില്ല, സയാമി സിരട്ടകൾ പോകുമ്പോൾ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ അത്രയും ഭാഗം ക്രോസ് ചെയ്ത് പോകുന്ന കേട്ടോ. അതൊക്കെ ഓർക്കുമ്പം അയ്യോ, അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. സ്കൂളിൽ പഠിച്ച സമയവും എല്ലാം ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അതിന് ഞാൻ അടുത്ത പാർട്ടായിട്ട് പറയാം. ഓക്കെ.